പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിൽ ISL പോയിന്റ്സ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കിരീടം നേടുമെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്റർ കാശിക്കെതിരെ വിജയം അനിവാര്യമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു മോഹൻ ബഗാന്റേത്. എന്നാൽ ആ ഒരു നിർണായക മത്സരം സമനിലയിലാണ് അവസാനിച്ചത്. ആ ഒരു നിർണായക മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചത് കൊണ്ട് തന്നെ നിലവിൽ പോയിന്റ്സ് ടേബിളിൽ 2ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് മോഹൻ ബഗാൻ. നിലവിൽ 1ാം സ്ഥാനത്തുള്ളത് ഈസ്റ്റ് ബംഗാളാണ്. 22 പോയിന്റുകളാണ് ഈസ്റ്റ് ബംഗാളിനുള്ളത്. 2ാം സ്ഥാനത്തുള്ള മോഹൻ ബഗാനും 22 പോയിന്റുകൾ തന്നെ ഉണ്ട്. മോഹൻ ബഗാനെ സംബന്ധിച്ച് കഴിഞ്ഞ നിർണായക മത്സരം സമനിലയായതുകൊണ്ട് തന്നെ വരുന്ന കൊൽക്കത്തൻ ഡെർബി ജയിക്കുന്ന ടീമായിരിക്കും കിരീടം ഉറപ്പിക്കുക. ഇനി ആ ഒരു മത്സരം സമനിലയാവുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിനാണ് കൂടുതൽ മുൻതൂക്കം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് ആണ്. ഈ ഒരു സീസൺ ഏതാണ്ട് അവസാനിക്കാറായതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ മലയാളി താരമായിട്ടുള്ള എബിൻ ദാസിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 2 മലയാളി താരങ്ങളുടെ കോൺട്രാക്ട് കൂടി പുതുക്കിയേക്കുമെന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ടീമിലെ നിരവധി താരങ്ങളുടെ കരാറ് മെയ് 31 അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടീമിലെ പ്രധാന താരങ്ങളെ നിലനിർത്താനാണ് ക്ലബ്ബ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളി താരങ്ങളായിട്ടുള്ള സച്ചിൻ സുരേഷും മുഹമ്മദ് സഹീഫും കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളോട് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 താരങ്ങളും അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെയ് 31 വിദേശ താരങ്ങൾ ഉൾപ്പെടെ നിരവധി താരങ്ങളുടെ കോൺട്രാക്റ്റാണ് അവസാനിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ടീമിലെ പ്രധാന താരങ്ങളുടെ കോൺട്രാക്റ്റ് എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയേക്കും. ടീമിലെ വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒന്നും അങ്ങനെ പുറത്തു വന്നിട്ടില്ല. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില വിദേശ താരങ്ങളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ടീമിലെ ഏതൊക്കെ വിദേശ താരങ്ങളുടെ കരാറ് പുതുക്കുമെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.